ചില ആളുകൾ പറയും, ചില നിരീശ്വരവാദികൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്തേ, അള്ളാഹു രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവനല്ലേ എന്നല്ലേ ഖുർആനി പറയുന്നത്, ഹദീസുകളും നബിതങ്ങളും പറഞ്ഞിരിക്കുന്നത്. ആകാശഭൂമിയുടെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും അറിയും. ഒരു മനുഷ്യന്റെ ഖൽബിലുള്ള കാര്യങ്ങൾ, ഹൃദയത്തിലുള്ള കാര്യങ്ങളും എല്ലാം അറിയുന്നവനാണ്. പിന്നെ എന്തിനാണ് അവനെ അള്ളാഹു പരീക്ഷിക്കുന്നത്? അവനെ കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാണോ? അവൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അവൻ തോറ്റുപോകുമോ വിജയിക്കുമോ എന്ന് അള്ളാഹ്ക്കറിയാവല്ലോ, പിന്നെ എന്തിനാണ് അള്ളാഹു പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അതും പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന നിരീശ്വരവാദികളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത്? എങ്ങനെ? അള്ളാഹ്ക്ക് രഹസ്യവും പരസ്യവും എല്ലാം അറിയുന്നവൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്താണ് ചിന്തിക്കുന്നത്, അവൻ എന്ത് പ്രവർത്തിക്കും, അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവൻ എന്തൊക്കെ കാണിക്കും, എന്തൊക്കെ പ്രവർത്തിക്കും, എന്തൊക്കെ വർത്തമാനങ്ങൾ പറയും, ഇതെല്ലാം അള്ളാഹ്ക്ക് അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഈ ഭൂലോകത്ത് ഒരു ഈച്ച പോലും പറക്കുകയില്ല, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ എന്തിനാണ് അള്ളാഹു അവനെ പരീക്ഷിക്കുന്നത്? അത് അവന്റെ ഹൃദയത്തിൽ എത്രമാത്രം അള്ളാഹുവിനോട് ഈമാനുണ്ട്, അള്ളാഹുവിന് വിശ്വാസമുണ്ട്, അള്ളാഹുവിനോട് എത്രമാത്രം അവന് വിശ്വാസമുണ്ട്, അവന്റെ ഈമാൻ എത്രയുണ്ട് എന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവനെ പരീക്ഷിക്കുന്നത്. മനസ്സിലായോ? ഇന്ന് ചിലരും പറയും, എന്തിനാണ് എന്നെ ഇങ്ങനെ അള്ളാഹു പരീക്ഷിക്കുന്നത്? എന്നെ ഇത്രയും പരീക്ഷിച്ചാൽ, ഈ ചില ആളുകൾ പറയും, എന്തേ ഇത്ര കുറച്ചു നാള് ജീവിതത്തിന് സ്വന്തം ദേഹേച്ഛയ്ക്കനുസരിച്ച് കൊണ്ട് ജീവിച്ച ആള് പിന്നീട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് പള്ളിയിൽ കയറും, പിന്നെ ഒരു തസ്ബീ എടുത്തു കഴിഞ്ഞാലോ എന്താണ്, അവൻ പിന്നെ ഏറ്റവും വലിയ ഔലിയായി അല്ലേ? അവൻ പിന്നെ മറ്റുള്ളവരെ കുറ്റം പറയാൻ തുടങ്ങും. അവനൊന്ന് പള്ളി കയറി കൂടെ, ഇതൊക്കെ എന്നതാണ്, ഇവനൊക്കെ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവനൊക്കെ പഠിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് ചില പള്ളികളിൽ. ഇന്നലെ വരെ എന്താണ്, അവന് തോന്നിവാസം കാണിച്ച് ജീവിച്ചു, ഇന്ന് അവൻ പള്ളിയിൽ കയറിയിട്ട് മറ്റുള്ളവരുടെ പച്ചയിറച്ചി ചെയ്യുന്നു. മനസ്സിലായോ? പിന്നെ എന്ത് പ്രയോജനമുള്ളത്? അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, നേരെ ഇവനിലേക്ക് അള്ളാഹു പിന്നെയും പരീക്ഷണം കൊടുക്കും. ആഹാ, നീ അത്രയ്ക്കായോടാ, എന്നാ പിന്നെ ഒരു പരീക്ഷണം പിടിച്ചോ, നിന്റെ ഈമാൻ ഇപ്പൊ എന്തെന്ന് നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദാരിദ്ര്യം കൊടുക്കും. ചിലപ്പോ എന്തെങ്കിലും ദുരന്തങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊടുക്കും. എന്തിനാണ്? അവന്റെ സ്വഭാവം എന്താണെന്ന് അവന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവന്റെ ഈമാൻ എത്രയുണ്ടെന്ന് അവന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. മനസ്സിലായോ? നമുക്ക് പരീക്ഷണങ്ങളൊക്കെ തരുന്നത് അള്ളാഹ്ക്ക് നമ്മോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കാരണം അള്ളാഹിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. എടാ, നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ ഈമാനേ ഉള്ളൂ, ഇച്ചിരിയും കൂടെ പുതുക്കേണ്ടതുണ്ട്, കുറച്ചും കൂടെ അതില് വേണം നിനക്ക് ഈമാൻ എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ആ കുറവുള്ള ഭാഗത്ത് കുറച്ചും കൂടെ നീ എന്ന് ഈമാൻ നിറയ്ക്കേ, അതിനു വേണ്ടിയിട്ട് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നിന്റെ വിശ്വാസം എത്രയുണ്ടെന്ന് നിന്നെ ബോധ്യപ്പെടുത്തി തരാനാണ് അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ചില ആളുകളുണ്ട്, ഒരു ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ അള്ളാഹിനെ പഴി പറയും. അതിലൂടെ മനസ്സിലാക്കാം അവന്റെ വിശ്വാസം എത്രയുണ്ടെന്ന്. ദാരിദ്ര്യം വരുമ്പോൾ, കച്ചവടത്തിലെ ലാഭത്തിന് പകരം നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹിനെ പഴി പറയുന്നവരുണ്ട്. അപ്പൊ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവൻ വിചാരിക്കും, ഞാൻ ഇന്ന് മരിച്ച, ചില ആളുകളുണ്ട് പറയുന്നത്, ഞാൻ ഇന്ന് മരിച്ച ഞാൻ സ്വർഗത്തിലേ പോകത്തുള്ളൂ, എനിക്ക് ഖബറിൽ സന്തോഷമായിരിക്കും എന്ന് പറയും. എന്ത് കണ്ടുകൊണ്ടാ നീ പറയുന്നത്? ചില ആളുകൾ പറയുന്ന. അപ്പോഴാണ് അള്ളാഹു ഓരോരോ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഇട്ട് കൊടുക്കുന്നത്. കാലിൽ ചിലപ്പോ വെരിക്കോസിന്റെ പ്രശ്നങ്ങൾ അള്ളാഹു കൊടുക്കും. മനസ്സിലായി? അതുപോലുള്ള രോഗങ്ങൾ കൊടുക്കുമ്പോ പിന്നെ എന്താണോ, എന്റെ റബ്ബ് എന്തിനാണോ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഈ ജീവിതം വേണ്ടായിരുന്നു. മനസ്സിലായോ? അങ്ങനെ പറയുന്ന ചില ആളുകളില്ലേ. ഇവിടെ എന്താണ്, നിന്റെ ഈമാൻ, നിന്റെ വിശ്വാസം എത്രയുണ്ടെന്ന് നിന്റെ ഹൃദയത്തിൽ തന്നെ അള്ളാഹു നിന്നെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ മോനെ, നിനക്ക് കുറവുണ്ട്, നിനക്ക് ഈമാൻ കുറവുണ്ട്, നീ അള്ളാഹിലേക്ക് കുറച്ചും കൂടെ അടുക്കാനുണ്ട്, നിന്റെ ഈമാൻ ഇച്ചിരിയും കൂടെ ലോയാണ്, അത് ഇച്ചിരിയും കൂടെ ഫുൾ ചാർജ് ആക്കണം എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം എന്ത് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് തരണം ചെയ്യാനുള്ള ഒരു ക്ഷമ നാം ഉണ്ടാക്കിയെടുക്കണം.
ജീവിതത്തിൽ അള്ളാഹുവിനെ ഒരിക്കലും നാം പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോഴും ഒന്നും നാം ചീത്ത പറയുകയോ ഒന്നും ചെയ്യരുത്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് ആ ഒരു പരീക്ഷണത്തിലൂടെ നിന്നെ പലതും പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അതിലെന്തെങ്കിലും ഒരു ഖൈറുണ്ട്. ആ പരീക്ഷണങ്ങൾ കഴിയുമ്പോഴായിരിക്കും നിനക്കൊരു വലിയ ഒരു സന്തോഷം അള്ളാഹു നൽകുന്നത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു പരീക്ഷണം അള്ളാഹു നിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ പലതും നിന്നെ അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. ആ പഠിത്തം ഒരു വല്ലാത്ത പഠിത്തമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥാനത്തേക്ക് നിന്നെ അള്ളാഹു കൊണ്ടുവരുമ്പോ ദുനിയാവിലുള്ള ഒരു മഖ്ലൂക്ക് വിചാരിച്ചാലും നിന്നെ താഴ്ത്തിക്കെട്ടാൻ സാധിക്കൂല. കാരണം എന്തേ? ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു നിന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് കൊണ്ട് ദുനിയാവിലുള്ള ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനും നിന്നെ പിന്നെ താഴ്ത്താൻ കഴിയുകയില്ല. അതാണ് കാരണം. നിന്നെ നീയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്, പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്നറിയുമോ? കേട്ടോളിനൊരു ഹദീസ്.